RMWorldന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ ഫോംസിൻ്റെ ബേസിക് ആയിരുന്നു പഠിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 26 ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ അട്രാക്റ്റിംഗ് ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മാത്സിന് ആവശ്യമായിട്ട്, അതായത് ഈ ഒരു പ്രോബ്ലംസ് നല്ല രീതിയിൽ എങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഡീറ്റെയിൽഡ് നോട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് പറഞ്ഞപ്പോൾ ആർക്കും ഒരു ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലോ അതോ കമൻറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 3/20 ഡെസിമൽ ഫോമിലേക്ക് മാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്താണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വേർഡാണ് കോമ്പോസിറ്റ് നമ്പർ. എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഫാക്ടർ ട്രീ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു 20 നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ എഴുതാം? 4 എന്ന് എഴുതാം, 5 എന്ന് എഴുതാം. അതെങ്ങനെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? അതായത് 4 × 5 ആണ് നമുക്ക് 20 കിട്ടുന്നത്. ഇനി ഈ ഒരു 4 നമുക്ക് പിന്നെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 എന്നും 2 എന്നും എഴുതാം. അതെങ്ങനെ? ഈ ഒരു 5 എന്തുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടാ? 5 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ഈ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 20 തന്നെയാണ് കിട്ടുന്നത്. ഇതെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ 20യുടെ ഫാക്ടേഴ്സാണ് ഈ വരുന്നത്. ഇനി നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ. ഇപ്പോൾ നമുക്ക് 20 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 10 ആണ് കിട്ടുക. നമുക്ക് 10 ഈവൺ നമ്പർ ആയതുകൊണ്ട് തന്നെ 2 കൊണ്ട് പിന്നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ആണ്. 5 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ആ നമ്പറും അതുപോലെ തന്നെ 1 ആയിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാനും നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ തൊട്ടേ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാക്ടർ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് പേഴ്സ് ആക്കി മാറ്റുകയാണ് വേണ്ടത്. ആ പേഴ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക്, അതായത് 10 വരുന്ന രീതിയിൽ പേഴ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇവിടെ നമുക്കറിയാം ഈ ഒരു 20യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? 2, 2, 5 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2നെയും 5നെയും ഞാൻ എന്ത് ചെയ്തു? പെയറാക്കി എഴുതി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു 2 എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഈ ഒരു 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഞാനിപ്പോൾ ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താണ്? ന്യൂമറേറ്ററിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 3 × 5 / 20 × 5 എന്ന് കിട്ടി. അപ്പോൾ ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡിനോമിനേറ്ററിൽ നമ്മൾ 10ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഒരു ഫ്രാക്ഷന് നമുക്ക് ഡെസിമൽ ഫോംസിലേക്ക് മാറ്റാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 100 കിട്ടി. അവിടെ ഞാൻ താഴെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മേലെയും, അതായത് ന്യൂമറേറ്ററിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 15/100 ആണ് കിട്ടുന്നത്. 15/100നെ ഇനി നമുക്ക് എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും? അതായത് ഇവിടെ 2 സീറോസ് ആണുള്ളത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വേണം. അപ്പോൾ ഇവിടെ 0.15 വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? അതായത് ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്വയം ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. 3/40 ആണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഒരു 3/40 നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഈ ഒരു 40 നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യണം.
അതെങ്ങനെയാണ് ചെയ്യുക? 14 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 കിട്ടും. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 5 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഫാക്ടേഴ്സ് ഏത് പ്രൈം നമ്പറാണോ ആ നമ്പർ 1ഉമായിരിക്കും ഫാക്ടർ ഉണ്ടാവുക. ഇപ്പോൾ 5 ആണ് ഇവിടെ ഉള്ള പ്രൈം നമ്പർ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരിക? 5ഉം 1ആണ് വരിക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഈ ഒരു 40യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2, 2, 2, 5 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇതിനെ നമുക്ക് പെയറാക്കി എഴുതാം. ഇനി ഈ രണ്ട് 2ഉം എന്താണ്? ഒറ്റക്കാണ്. അപ്പോൾ ഈ ഒരു 2നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു 2നെയും നമുക്ക് എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണോ ആൻസർ കിട്ടിയിരിക്കുന്നത്? അതായത് ജസ്റ്റ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ ഒരു 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുപോലെ ഈ ഒരു 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 2 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ടാണ് മേലെയും നമ്മൾ 2 5 കൊടുക്കുന്നത്. ആ ഡിനോമിനേറ്ററിൽ നമ്മൾ എത്ര 5 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത്രയും തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 25 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ആണ്. അതുപോലെ 25 × 40 എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 1000ൽ 3 zeros ആണുള്ളത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 3 digits വേണം. അപ്പോൾ നമുക്ക് എന്താ? 0.075 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണുള്ളത്. ഇപ്പോൾ 13/40 ആണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 40യുടെ ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഒരു പ്രോബ്ലം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് അവിടെ ആ ഒരു ന്യൂമറേറ്റർ മാറി എന്ന് മാത്രം ഒരു ഡിഫറൻസ് ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 40നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 2, 2, 5 ആണ് കിട്ടുന്നത്. അത് നമ്മൾ ഇവിടെ എഴുതി വെച്ചു. അതായത് 2 × 2 × 2 × 5 ആണ് 40 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള ഈ ഒരു 2നെയും 5നെയും നമ്മൾ പെയറാക്കി എഴുതി വെച്ച്. ഇനി ഈ 2 എന്ന് പറയുന്നത് ഒറ്റക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു 2ക്ക് ഒരു 5 കൊടുത്തു. അതായത് ഈ ഒരു 2നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഈ ഒരു 2നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അത് ഇവിടെ നമ്മൾ 2 5 കൊണ്ട് അതായത് ഈ ഒരു 2നെ നമ്മൾ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല, ഈ ഒരു 2നെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ, ടോട്ടൽ നമ്മൾ 2 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 13നെ നമ്മൾ എന്ത് ചെയ്ത് 2 പ്രാവശ്യം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ന്യൂമറേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം ഡിനോമിനേറ്ററിൽ നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്കിത് ചെയ്യുന്ന സമയത്ത് 13 × 25 എന്ന് പറയുന്നത് 325 കിട്ടും. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം എന്ത് 40 × 25 എന്ന് പറയുന്നത് 1000 ആണ്. ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? 0.325 ആണ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ 1000ൽ 3 zeros ആണുള്ളത്. അതുകൊണ്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 digits വേണം. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 digits എന്ന് പറയുമ്പോൾ 0.325 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 4th ക്വസ്റ്റ്യൻ 7/80. 7/80 എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് 80ൻ്റെ ഫാക്ടറൈസേഷൻ അറിഞ്ഞിരിക്കണം. 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 കിട്ടും. 40നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 കിട്ടും. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 പ്രൈം നമ്പർ ആയതുകൊണ്ട് ആ നമ്പറും 1ഉം ആണ് ഫാക്ടർ കിട്ടുക. അപ്പോൾ 5 ഇവിടെ കൊടുത്തു, 1 ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു 2നെയും 5നെയും പെയറാക്കി എഴുതാം. ഈ 3 2s എന്താണ് ഒറ്റക്കുള്ളത്. അപ്പോൾ ഓരോ 2നും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ന്യൂമറേറ്ററിലും നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ എത്രയാണോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇവിടെ ഒരു 5 നമ്മൾ 2നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എഴുതിയ ഒരു 5 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു മേലെ ന്യൂമറേറ്ററിനെയും. അപ്പോൾ ഡിനോമിനേറ്ററിൽ നെക്സ്റ്റ് 2നെയും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അത് നമ്മൾ ന്യൂമറേറ്ററിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും നമ്മൾ ഡിനോമിനേറ്ററിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ മേലെ ന്യൂമറേറ്ററിൽ ഒരു പ്രാവശ്യം കൂടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്നിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നത്? അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 875 / 10,000 ആണ് വരുന്നത്. അപ്പോൾ 0.0875 ആണ് ആൻസർ വരിക.
5/16. 5/16 നമുക്ക് എങ്ങനെ ചെയ്യാം? സെയിം പാറ്റേൺ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 16 ഫാക്ടറൈസേഷൻ ചെയ്യുക. അതായത് 16 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ആ നമ്പറും അതുപോലെ തന്നെ 1 ആയിരിക്കും ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 ഇവിടെ എഴുതി, 1 ഇവിടെ എഴുതി. ഇനി നമുക്ക് ഇവിടെ എല്ലാം 2 ആണുള്ളത്, അതായത് 4 2s ആണുള്ളത്. അപ്പോൾ ഓരോ 2നെയും നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ ഒരു 16 നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് 2 × 2 × 2 × 2 എന്ന് എഴുതി. അപ്പോൾ ഈ 2 എല്ലാം എന്താണ്? ഒറ്റയ്ക്കുള്ളത്. അപ്പോൾ ഓരോ 2നും എന്താണ്? 5 വെച്ചിട്ട് 5 ഓരോന്നും ഓരോ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ നമ്മൾ എത്ര 5 കൊണ്ടാണോ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തത് അത്രയും 5 കൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ എത്ര 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? 4 5s ആണ്. നമ്മൾ അത് ഇത്ര തന്നെ നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 3125 ഡിവൈഡഡ് ബൈ 10,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 10,000 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? സീറോസ് 4 ഉണ്ട്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ്, അപ്പോൾ 0.3125 എന്ന് ആൻസർ കിട്ടും. ഇനി ഞാൻ എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞുതരാം, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. അതായത് ഇവിടെ നമ്മൾ 5/16 അല്ലേ ചെയ്തിരിക്കുന്നത്. ഇനി 5/160 ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5/16 ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 5/160 വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പം നമുക്ക് 5/16 എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ 160 ഫാക്ടറൈസേഷൻ ചെയ്യുക. ഫാക്ടറൈസേഷൻ ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക? സെയിം പ്രോസസ്സ് ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു 2 × 5 ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി എന്താണ്? ഇവിടെ 4 2s ഉള്ളത്. അപ്പോൾ ഓരോ 2നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3125 ഡിവൈഡഡ് ബൈ 1 lakh ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 0.03125 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം എങ്ങനെയാണ് നമുക്കൊരു ഡെസിമൽ ഫോമിലേക്ക് മാറ്റേണ്ടത്. അതായത് ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.